നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്ത് നടന്നത് 10,000 കോടി രൂപയുടെ വികസനങ്ങളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചെറുധാന്യ കിഴങ്ങ് വർഗ സംസ്കരണ പ്ലാന്റ് ജില്ലയിലെ കർഷകർക്ക് കൈത്താങ്ങാകുമെന്ന് മന്ത്രി പി പ്രസാദ്. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച പോസിറ്റീവ് പാരന്റിംഗിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട സെമിനാർ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്ത് നടന്നത് 10,000 കോടി രൂപയുടെ വികസനങ്ങളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി സമുച്ചയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്ത് 10,000 കോടി രൂപയുടെ വികസനങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. കിഫ്ബി ഫണ്ടിൽ 100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സജി ചെറിയാൻ പറഞ്ഞതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കേരള സ്റ്റോറിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റപ്പെടുത്തലുകളും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ ബോധപൂർവം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഞാനിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എത്ര ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന് കണ്ടിരുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കുകയാണ്. ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. രാഷ്ട്രീയം എന്തായിക്കോട്ടെ, നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർച്ച് മാസം 5-ാം തീയതി SSLC പരീക്ഷ, ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിക്കുന്നു. പരീക്ഷ തുടങ്ങുന്ന തീയതി പറയുന്നു, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി പറയുന്നു. ഏത് കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്? മുമ്പ് പാഠപുസ്തകമില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 1 മുതൽ 10 വരെയുള്ള പുതിയ പാഠപുസ്തകം 10 വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിയ പാഠപുസ്തകമാണ് 1 മുതൽ 10 വരെയുള്ള. 3 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പാഠപുസ്തകം എത്തിച്ച ഏക സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിലത് ആദ്യത്തെ അനുഭവമാണെന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും നല്ല വികസന പ്രവർത്തനം AA+ സജി ചെറിയാന് കൊടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 5,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു. കോവിഡ് കാലത്ത് അമേരിക്ക അടക്കമുള്ള സമ്പന്ന രാജ്യങ്ങളിലെ സ്കൂളുകൾ അടച്ചുപൂട്ടി കുട്ടികൾ വീടുകളിലിരുന്നപ്പോൾ വീടുകളിലിരുന്നാണെങ്കിലും കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N സുധാമണി, നഗരസഭാ അധ്യക്ഷൻ മനീഷ് കീഴാമഠത്തിൽ, വൈസ് ചെയർപേഴ്സൺ സാലി ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വിവേക്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PK അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ S രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് നിതിൻ ചെറിയാൻ, T വിശ്വനാഥൻ, G കൃഷ്ണകുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ്, MH റഷീദ്, ഡോക്ടർ T അനിതകുമാരി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചെറുധാന്യ കിഴങ്ങ് വർഗ സംസ്കരണ പ്ലാന്റ് ജില്ലയിലെ കർഷകർക്ക് കൈത്താങ്ങാകുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചെറുധാന്യ കിഴങ്ങ് വർഗ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചേർത്തലയിലെ ചെറുധാന്യ കിഴങ്ങ് വർഗ സംസ്കരണ പ്ലാന്റ് കർഷകർക്ക് കൈത്താങ്ങായി മാറുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല തെക്ക് പഞ്ചായത്തിൽ കൃഷിവകുപ്പ് പുതുതായി സജ്ജീകരിച്ച മില്ലറ്റ് ട്യൂബർ പ്രോസസിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ലക്ഷ്യവുമായിരുന്നത് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, വിശപ്പിന്റെ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ പരിഹാരം ഉണ്ടാക്കുമ്പോൾ അത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായി തീരേണ്ടതാണ് എന്ന് കാലങ്ങൾ കൊണ്ട് മനുഷ്യൻ അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ജില്ലയിലുടനീളമുള്ള കർഷകർക്ക് തങ്ങളുടെ ചെറുധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ പുതിയ സംവിധാനം ഉപകരിക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനോടൊപ്പം കാർഷിക മേഖലയിലെ പുരോഗതിക്ക് പ്ലാന്റ് വലിയൊരു കൈത്താങ്ങായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ചേർത്തല തെക്ക് പഞ്ചായത്ത് അംഗം അർജുൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ VP സിന്ധു, P രാജശേഖരൻ, KS സിന്ധു, ഷൈനി ലൂക്കോസ്, ബിന്ദു സാറ എബ്രഹാം, സുജ ഈപ്പൻ, ജിഷ്മ ഷാജി, SS സജു,
മറ്റു ജനപ്രതിനിധികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ചെറുധാന്യവും ആരോഗ്യവും എന്ന വിഷയത്തെ അധികരിച്ച് കഞ്ഞിക്കുഴി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ദേവി എസ് നായർ ക്ലാസ് നയിച്ചു. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച പോസിറ്റീവ് പാരന്റിംഗിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട സെമിനാർ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം അനുദിനം പുനർനിർവചനത്തിന് വിധേയമാകുന്ന ഈ കാലഘട്ടത്തിൽ പോസിറ്റീവ് പാരന്റിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണെന്ന് എച്ച് സലാം MLA പറഞ്ഞു. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പോസിറ്റീവ് പാരന്റിംഗിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന് പകരം 2 കുറ്റം നമ്മുടെ കുട്ടി ചെയ്താൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ കുറ്റത്തെ കുറിച്ചായിരിക്കും. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടി മോശമായിട്ട് വിചാരിച്ച് പറയുന്നതല്ല, നന്നാവട്ടെന്ന് വെച്ച് പറയുന്നതായിരിക്കും. അപ്പം ഒരു കുഞ്ഞിൻ്റെ മനസ്സിനെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെ ഡോക്ടർ ദയ സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് അത് നിശ്ചയമായിട്ട് നിങ്ങളോട് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഞാനിത് പറയുന്നത്, നമ്മുടെ സാധാരണമായ നമ്മുടെ ഇപ്പോൾ എൻ്റെ വീടിനുള്ളിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ വീടിനുള്ളിലാണെങ്കിലും നമ്മുടെ ഒരു പെരുമാറ്റം നോക്കി കാണുമ്പോൾ ഞാൻ ഈ അധ്യാപക യോഗത്തിൽ പോകുമ്പോൾ ഞാൻ മിക്കവാറും പറയുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് അധ്യാപകരുടെ അങ്ങനെ ഈ വിമർശിക്കുന്നത് ഇഷ്ടമായിരിക്കും, എന്നാൽ ഞാൻ പറയും മിക്കവാറും നിങ്ങൾ അധ്യാപകൻ എന്നതിലേക്ക് നിങ്ങൾ ഒരു കുട്ടിയെ സമീപിക്കുമ്പോൾ ക്ലാസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ കുട്ടി രക്ഷകർത്താവിനേക്കാളും ഒരുപക്ഷെ സ്വാധീനിക്കപ്പെടുന്ന ഒരാളാണ് അധ്യാപകൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ അധ്യാപകനാവുക എന്ന കാര്യം സെക്കൻഡറി ആക്കുക. ആ കുഞ്ഞിനോട് ഏറ്റവും നല്ല സ്നേഹിതനാവുക എന്ന് എപ്പോഴും ഞാൻ പറയും. മിക്കവാറും സ്കൂളിലെ പ്രോഗ്രാം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഫസ്റ്റ് നല്ല സ്നേഹിതനാവുകയും സെക്കൻഡറി ആയിട്ട് അധ്യാപകനാവുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ച് വന്ന കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും നമുക്ക് ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ സ്കൂളിലെ 1-2 അധ്യാപകർ കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കും. ആ ഇഷ്ടം കൂടുതൽ കുട്ടിക്കുണ്ടാവുന്നത് അധ്യാപകൻ്റെ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഇദ്ദേഹം എന്നുള്ള ഇഷ്ടം കൂടുക. നന്നായി സ്നേഹിച്ച് പെരുമാറുന്ന അധ്യാപകരായിരിക്കും കുട്ടിക്ക് ഇഷ്ടം കൂടുതൽ. സ്മൈൽ 2026 എന്ന പേരിൽ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെമിന വർഗീസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SR ദിലീപ് കുമാർ, ഡോക്ടർ M അനന്ത്, ഡോക്ടർ കോശി C പണിക്കർ, ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ വിപിൻ K രവി, ഡോക്ടർ KS അനീഷ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ R സേതുനാഥ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനില രാജു, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ LK ഗായത്രി, തൃശൂർ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ സൈക്കാട്രി വിഭാഗം ഡോക്ടർ ദയ പാസ്കൽ, ആലപ്പുഴ ജനറൽ ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ M പ്രവീൺ എന്നിവർ പോസിറ്റീവ് പാരന്റിംഗിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അവതരണങ്ങൾ നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 800-ൽ പരം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പിയർ എഡ്യൂക്കേറ്റർമാരായി പരിശീലനം ലഭിച്ച കുട്ടികൾക്കുള്ള കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സംഘടിപ്പിച്ചു. കേരള പോലീസ് അസോസിയേഷൻ 39ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം കവിയരങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു സാധാരണയിൽ കവിഞ്ഞ് ഇങ്ങനെയെല്ലാമുള്ള ചില വേദികൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പൊതുവായ സംസ്കാരത്തിന് ഒരു മെച്ചമായ പുതിയൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഒരു രീതി നമുക്കെല്ലാവർക്കും അറിയാം. വളരെ കഠിനമായി സമയവ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നവരാണ്. അതിലൊരു സ്ട്രെസ് നന്നായി അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയെല്ലാം ജോലിയിലെടുക്കുന്ന ഒരു വിഭാഗമായ നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള കലാപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാനും അല്ലെങ്കിൽ അതുപോലെയുള്ള ശ്രദ്ധേയരായ സാംസ്കാരിക നായകന്മാരെ വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ വർത്തമാനങ്ങൾ മറ്റൊക്കെ കേൾക്കാനൊക്കെ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ വേദി ഉണ്ടാവുക എന്നുള്ളത് പോലീസ് അസോസിയേഷൻ്റെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ കുറച്ചൊരു പുതിയ തലം കൂടി സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണ്.
ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KR രശ്മി മോൾ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട, ആലപ്പുഴ DYSP GB മുകേഷ്, നോർത്ത് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ MK രാജേഷ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം P പ്രദീപ്, ട്രഷറർ N ഹാഷിർ, KPA ജില്ലാ കമ്മിറ്റി അംഗം മഹേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നസീബ് കാസിം യോഗത്തിന് സ്വാഗതം പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഒരുങ്ങുന്നത് 4 സബ് സ്റ്റേഷനുകളാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാണ്ടനാട് പൊതുശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ഇലക്ട്രിക്കൽ സബ് സ്റ്റേഷനുകളാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വരാൻ പോകുന്നതെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പാണ്ടനാട് സ്ഥാപിച്ച ചെങ്ങന്നൂർ ശാന്തിതീരം പൊതുശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ച ഒരു പൊതുശ്മശാനം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു എന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 10 പഞ്ചായത്തിനും നഗരസഭയ്ക്കുമായിട്ടാണ് ഈ വാതക ശ്മശാനം ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശിവൻകുട്ടി അയലാരത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് അന്നത്തെ വാർഡ് മെമ്പറായ ശ്രീ രാധാകൃഷ്ണൻ മുൻകൈ എടുത്താണ് ഈ സ്ഥലം കാട്ടിത്തരുന്നത്. പഞ്ചായത്ത് ആ സ്ഥലം നിർമ്മാണത്തിന് വേണ്ടി NOC തന്നു. 2 കോടി രൂപ അതിന് MLA എന്ന നിലയിൽ ഞാൻ മുൻകൈ എടുത്ത് അനുവദിച്ചു. വലിയ ശ്രമകരമായൊരു ജോലിയാണ്. അപ്പം ഞാനിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും എല്ലാം ഞാൻ പറഞ്ഞത്, പാണ്ടാട് പഞ്ചായത്തിന് ഇത് താങ്ങാൻ കഴിയില്ല. കാരണം സ്വന്തം വരുമാനമുള്ള പഞ്ചായത്തല്ല. പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുമായി ചേർന്നൊരു കൺസോർഷ്യം ഉണ്ടാക്കി അവരുടെ എല്ലാ മണ്ഡലത്തിലെ പല വീടുകളിലും മരണം സംഭവിച്ചാൽ ചങ്ങനാശ്ശേരി നഗരസഭയുടെ പൊതുശ്മശാനത്തെ ആശ്രയിക്കണമായിരുന്നു. ഈ ബുദ്ധിമുട്ടാണ് പാണ്ടനാട് സ്ഥാപിച്ച പൊതുശ്മശാനത്തിലൂടെ മറികടക്കുവാൻ സാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കുഞ്ഞുകുഞ്ഞ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N സുധാമണി, നഗരസഭാ ഉപാധ്യക്ഷൻ G കൃഷ്ണകുമാർ, പാണ്ടനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PG ഗീവർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യശോധരൻ കാവിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ഗീതാകുമാരി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS സിന്ധു, പാണ്ടനാട് പഞ്ചായത്ത് സെക്രട്ടറി L ലത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്ത് നടന്നത് 10,000 കോടി രൂപയുടെ വികസനങ്ങളാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചെറുധാന്യ കിഴങ്ങ് വർഗ സംസ്കരണ പ്ലാന്റ് ജില്ലയിലെ കർഷകർക്ക് കൈത്താങ്ങാകുമെന്ന് മന്ത്രി P പ്രസാദ്. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച പോസിറ്റീവ് പാരന്റിംഗിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട സെമിനാർ H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.